ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 സീക്രട്ട് ടാസ്ക് കുളമാക്കിയതിനെ പറ്റി ചോദിച്ചുകൊണ്ട് ലാലേട്ടൻ ഷാനവാസിനെ പൊളിച്ചടുക്കി. ഇതിനകത്ത് അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് കാണിക്കണമെന്ന് അറിയില്ല. കാരണം നമുക്ക് തുടക്കം മുതൽ അറിയായിരുന്നില്ലേ ഷാനവാസിന്റെ പരിപാടി ഇതാന്ന്. ഇപ്പൊ സംഭവിച്ചത് നമ്മളെപ്പോലെ തന്നെ ഹൗസ് മേറ്റ്സിന്റെ ഇടയിലും ഷാനവാസിന്റെ ഗെയിം എക്സ്പോസ് ആയി എന്നുള്ളതാണ്. ലാലേട്ടൻ ചോദിക്കുമ്പോഴൊക്കെ ടാസ്ക് എന്താണ്, സീക്രട്ട് ടാസ്ക് എന്താണെന്നൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു പച്ച പാവത്തിനെ പോലെയാണ് ഷാനവാസ് അവിടെ അഭിനയിച്ചത്. ടാസ്കിന് ഷാനവാസിനെ ചൂസ് ചെയ്തവരുടെ കുഴപ്പമായിരിക്കും എന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ അക്ബറിന്റെ തലയിൽ ഇത് കെട്ടിവെക്കാൻ പറ്റുമെന്നാണ് ഷാനവാസ് വിചാരിച്ചത്. ടാസ്ക് കുളമാക്കാൻ PhD എടുത്ത് നടക്കുന്ന ഷാനവാസിന്റെ അടുത്ത് തന്നെ ഇത് പോയി പറഞ്ഞല്ലോ എന്ന് ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുമ്പോൾ സ്വയം ഗെയിമറാണെന്ന് പറഞ്ഞ് കിടക്കുന്ന ഷാനവാസിന് ഇതിൽ പരം നാണക്കേട് വേറെയില്ല. അപ്പൊ അതുപോലെ എല്ലാം അക്ബറിന്റെ തലയെ കെട്ടിവെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഷാനവാസിനോട് അക്ബറാണ് ഷാനവാസിനെ വിശ്വസിക്കാമെന്നും കൂടെ നിർത്താമെന്നും ഒക്കെ പറഞ്ഞതെന്ന് ലാലേട്ടൻ സൂചിപ്പിക്കുമ്പോൾ അക്ബറിന് മൈലേജ് കിട്ടുന്ന കാര്യമല്ലേ, ഷാനവാസിനെ എങ്ങനെ സഹിക്കാൻ പറ്റും? സീക്രട്ട് ടാസ്കിനെ പറ്റി പറഞ്ഞിട്ട് ഒട്ടും സമയം കളയാതെ ഷാനവാസ് ആദിലയോടും നൂറയോടും അനീഷിനോടും നെവിനോടും ഒക്കെ സീക്രട്ടായിട്ട് ഇത് പറഞ്ഞു കൊടുക്കുന്നതാണ് ആ വിഷ്വലിൽ കാണിച്ചിരുന്നത്. സീക്രട്ടായിട്ട് ഇത് എല്ലാവരും അറിയിക്കണം എന്നുള്ളൊരു ടാസ്ക് എങ്ങാനും ആയിരുന്നെങ്കിൽ അതിൽ ഷാനവാസ് വിജയിച്ചാൽ. അനീഷിനെ നെവിനെയൊക്കെ ഷാനവാസിന് വരെ ഉപയോഗിക്കായിരുന്നു എന്ന് ലാലേട്ടൻ പറഞ്ഞു. പക്ഷേ ഷാനവാസ് വന്നുകൊണ്ടാണ് ആ മണ്ടന്റെ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡും ആ എപ്പിസോഡും ഒക്കെ മര്യാദയ്ക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വരെ അന്ന് ഞെട്ടിപ്പോയി. ഷാനവാസ് ഇത്ര തോൽവിയായിരുന്നു ബിഗ് ബോസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഷാനവാസിനെ ഒഴിവാക്കാൻ ബിഗ് ബോസ് തന്നെ പറഞ്ഞു. സെലക്ഷൻ മോശമായെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് ആളുകൾക്കെല്ലാം മനസ്സിലായതിൽ സന്തോഷമുണ്ടെന്നാണ് അക്ബർ പറഞ്ഞത്. ഷാനവാസിന് ഇവരൊന്നും വിശ്വാസമില്ലെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വീക്കിൽ നടന്ന ടാസ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട കാര്യം ഗ്രൂപ്പായിട്ട് ചെയ്തപ്പോൾ ഗ്രൂപ്പിസം ആണെന്ന് വിചാരിച്ചുകൊണ്ട് നടന്ന ആളാണ് ഷാനവാസ്. അത് അക്ബർ എടുത്തു പറയുന്നുണ്ട്. പണ്ടത്തെ കാര്യങ്ങൾ എടുത്ത് ചവറ്റുകൊട്ടയിൽ ഇടാനാണ് ലാലേട്ടൻ പറഞ്ഞത്. ഇതൊരു ടാസ്ക് ആണെന്ന് മനസ്സിലായില്ലെന്ന് പറഞ്ഞ ആള് ടാസ്ക് പൊളിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിച്ചത് നമ്മൾ കണ്ടാണ്. ഇതിനിടയിൽ ലക്ഷ്മി ഒരു കളി കളിച്ചു. ഷാനവാസ് ശുദ്ധനാണെന്നും അക്ബർ ഷാനവാസിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി കളിച്ച കളിയാണിതെന്നുമാണ് ലക്ഷ്മി പറഞ്ഞത്. പക്ഷെ ആര്യന്റെ സംഭവത്തോടുകൂടിയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം അക്ബർ ക്ലിയർ ചെയ്തു. ഗെയിം കുളവാക്കിയിട്ട് മിടുക്കനാണെന്ന് വിചാരിച്ചിരിക്കുകയാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. ആര്യന് സൂപ്പർ പവർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ടാസ്ക് കുളവാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് അത് സമ്മതിക്കുന്നുണ്ട്. ടാസ്ക് മനസ്സിലാവാത്ത ആൾ ടാസ്ക് കുളവാക്കാൻ നോക്കിയെന്നുള്ളതാണ് പറഞ്ഞത്. അതോടുകൂടി കിളി പോയിരുന്ന ഷാനവാസിന്റെ കിളിക്കൂടും പോയി. ടാസ്കിന് ശേഷം ഉണ്ടായ വഴക്കിനെ പറ്റി ചോദിച്ചപ്പോൾ ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങളെ പറ്റി പറയാൻ ഷാനവാസ് ചെയ്തത്. ലാലേട്ടൻ അത് ചൂണ്ടിക്കാണിച്ചു. ഷാനവാസിന് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല, നല്ല ദേഷ്യത്തിലായിരുന്നു. ആ ദേഷ്യം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആദിലയോട് ടാസ്കിനിടയിൽ ഷാനവാസ് അടിച്ചതിനെ പറ്റി ചോദിച്ചു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരണം എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ എന്നും ലാലേട്ടൻ ചോദിച്ചു. തിരിച്ച് അടിക്കൊന്നുമില്ലെന്ന് ആദില പറഞ്ഞപ്പോൾ അടിക്കണൊക്കെ കുറെ കണ്ടിട്ടുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞു. അന്ന് ടാസ്കിനിടയിൽ റിഫ്ലക്സ് ആണെന്ന് പറഞ്ഞ് അനീഷിനെ അടിച്ച ടീമാണിത്. ഷാനവാസിന്റെ അടുത്ത് റിഫ്ലക്സ് വന്നില്ലല്ലോ. എന്റെ ദേഹത്തോട്ടാ പ്രതികരിക്കും എന്ന് പറഞ്ഞ ആളിപ്പോൾ ബ്രദർ സിസ്റ്റർ കളിച്ച് നടക്കുവാണെന്ന് ലാലേട്ടൻ സൂചിപ്പിച്ചു. നിലപാടുകളൊക്കെ മാറുന്നു എന്നാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചത്. അടിക്കുന്നതിന്റെ വീഡിയോയും ലാലേട്ടൻ കാണിച്ചു കൊടുത്തു. ദേഷ്യം കൺട്രോൾ ചെയ്തെന്ന് അതിൽ പറയുമ്പോൾ എല്ലാവർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ലാലേട്ടൻ പറഞ്ഞു. ലാലേട്ടൻ 7ന്റെ പടി തരും എന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു എന്നാണ് ഷാനവാസ് പറഞ്ഞത്. ഷാനവാസ് തെരുവിൽ നിർത്തണമെങ്കിലോ എടിപൊഴി വിളി നിർത്തണമെങ്കിലോ ലാലേട്ടനെ പോലുള്ളവരോ എന്ന് പറയണം. ഇല്ലെങ്കിൽ അതിനൊന്നും ഷാനവാസിന് കിട്ടില്ല. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ ഈ ടോപ്പിക് അവസാനിപ്പിച്ചത്. അതിലാണെങ്കിൽ ഗെയിം മാറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവോ അതോ ശങ്കരൻ വീണ്ടും തെങ്ങുമ്പോൾ തന്നെയാണോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക്